ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിവിഡൻറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ്. അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞ ഹെഡിൽ വരുന്ന കുറച്ച് ഇൻകത്തിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഹെഡിൽ വരുന്ന കുറച്ച് ഇൻകത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ആയിരുന്നു ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിവിഡൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, dividend means the sum received by a shareholder of a company on the distribution of its profits, whether out of taxable income or tax-free income. അതായത് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതായത് ഒരു ഷെയർ ഹോൾഡർ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ഷെയർ ഹോൾഡർ ആവുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ഒരു ഭാഗം ആ ഒരു ഷെയർ ഹോൾഡർക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഡിവിഡൻറ്റ് മീൻസ് ദ സം റിസീവ്ഡ് ബൈ എ ഷെയർ ഹോൾഡർ ഓഫ് എ കമ്പനി ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ്. ഓക്കെ, വെദർ ഔട്ട് ഓഫ് ടാക്സബിൾ ഇൻകം ഓർ ടാക്സ് ഫ്രീ ഇൻകം. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ വെദർ ഇറ്റ് ഈസ് ടാക്സ് ഫ്രീ ഓർ ക്യാഷ്. ഇത് മേ ബി ക്യാഷ് ആയിട്ട് മാത്രമായിരിക്കില്ല കിട്ടുന്നുണ്ടായിരിക്കുക, കൈൻഡ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഇമ്മെറ്റീരിയൽ വെദർ ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ക്യാഷ് ഓർ കൈൻഡ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്കിതിൽ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, അതിൻ്റെ ടാക്സബിലിറ്റീൻ്റെ കേസ് പറയുമ്പോൾ എനി ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻറ്റ് റിസീവ്ഡ് ഫ്രം എ കമ്പനി വെദർ ഡൊമസ്റ്റിക് ഓർ ഫോറിൻ ഈസ് ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ഷെയർ ഹോൾഡർ അറ്റ് എ നോർമൽ റേറ്റ് ഓഫ് ടാക്സ്. അതായത് ഏത് കമ്പനിയുടെ ഡിവിഡൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിലും, അത് ഫോറിൻ കമ്പനി ആണെങ്കിലും അതല്ല ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിലും, ഇന്ത്യൻ കമ്പനി ആണെങ്കിലും അല്ല ഫോറിൻ കമ്പനി ആണെങ്കിലും അതെന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും. ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ഷെയർ ഹോൾഡർ അറ്റ് നോർമൽ റേറ്റ് ഓഫ് ടാക്സ്. ഓക്കെ, അതാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഡിവിഡൻറ്റ് ഫ്രം എ ഫോറിൻ കമ്പനി ആൻഡ് ഡീംഡ് ഡിവിഡൻറ്റ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി under section 2 subsection 22 are taxable in the hands of shareholder under this head, regardless of the fact whether shares are held by the SSE as investment or a stock in trade. Dividend which is received from a cooperative society is also taxable under this head. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. എന്തിൻ്റെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പറഞ്ഞുള്ളൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. Sri Sethu gives you the following information. You are required to compute his income from other sources. Okay, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഡിവിഡൻറ്റ് ഓൺ ഇക്വിറ്റി ഷെയർസ്, ഡിവിഡൻറ്റ് ഓൺ പ്രിഫറൻസ് ഷെയർസ്, ഡിവിഡൻറ്റ് ഫ്രം UTI, ഡിവിഡൻറ്റ് ഫ്രം ഫോറിൻ കമ്പനി, ഡിവിഡൻറ്റ് ഫ്രം എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, ഡയറക്ടേഴ്സ് ഫ്രീ, ഇൻകം ഫ്രം റോയൽറ്റി, ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഡിവിഡൻറ്റ് ഓൺ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ ഇവിടെ അത് ഇന്ത്യൻ കമ്പനിയുടെ ആണോ അതല്ല ഫോറിൻ കമ്പനിയുടെ ആണോ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഓഫ് കോഴ്സ് ഇത് എന്തിൻ്റെയാണ്, ഇന്ത്യൻ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ആണ്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യാനില്ല, ഒന്ന് ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് എല്ലാം കൂടെ അങ്ങ് പ്ലസ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം കൂടെ അങ്ങ് പ്ലസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 2,15,000 ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി? ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2,15,000 കിട്ടും. ഇത് ഡിവിഡൻറ്റിൻ്റെ കേസാണ് കേട്ടോ. ഓക്കെ, ഡിവിഡൻറ്റിൻ്റെ കേസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടെ പറയാം കേട്ടോ. അത് നമുക്ക് ഡിഡക്ഷൻസ് വരുമ്പോൾ നമുക്ക് ടോട്ടൽ അത് കാണേണ്ടി വരുമ്പോൾ, ഡിഡക്ഷൻസ് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ക്യാഷ്വൽ ഇൻകം ഓർ വിന്നിങ് ഫ്രം ലോട്ടറീസ് ക്രോസ് വേർഡ് പസിൽസ്. അതായത് രണ്ടാമത്തേൽ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ഹെഡിൽ വരുന്ന രണ്ടാമത്തെ ഇൻകം ആയിരുന്നു ക്യാഷ്വൽ ഇൻകം. ഓക്കെ, ക്യാഷ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഇൻകം ആണ് ലോട്ടറീസ്. ലോട്ടറീസ് കിട്ടുക എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇന്ന് എനിക്ക് ലോട്ടറി അടിക്കുന്ന ആരും പ്രിഡിക്റ്റ് ചെയ്യില്ല. കാരണം എന്താ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻകം ആണ്, നാളെ എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, പിന്നെ ക്രോസ് വേർഡ് പസിൽസ്, റേസിങ് ഇൻക്ലൂഡിങ് ഹോഴ്സ് റേസസ്. അതായത് കുതിരപ്പന്തയം വെച്ചിട്ട് ആരാണോ ആദ്യം ജയിക്കുന്ന ഏത് കുതിരയാണോ ആദ്യം ഓടിയെത്തുന്നത്, അങ്ങനത്തെ റേസ്. പിന്നെ ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് ഓഫ് എനി നേച്ചർ ഓഫ് ഫോം. അതായത് ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ ചൂതുകളി, പിന്നെ ബെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബെറ്റ് വെക്കുക എന്നറിയില്ലേ, അതായത് ഇന്ന് ഇടി വെട്ടിയാൽ എനിക്ക് 1000 രൂപ, അങ്ങനത്തെ ബെറ്റിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ, അത്. പിന്നെ കാർഡ് ഗെയിംസ്, ഗെയിം ഷോ ഓർ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഓൺ ടെലിവിഷൻ ഓർ ഇലക്ട്രോൺ മോഡ് എനി അതർ ഗെയിംസ് ഓഫ് എനി സോർട്സ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ, അതായത് ലോട്ടറീസ്, ക്രോസ് വേർഡ് പസിൽസ്, റേസസ് ഇൻക്ലൂഡിങ് ഹോഴ്സ്, ഗാംബ്ലിംഗ് ഓർ
ബെറ്റിങ്, പിന്നെ കാർഡ് ഗെയിംസ്, ഇത്തരത്തിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം, അതിനെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാഷ്വൽ ഇൻകത്തിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് അതെങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സച്ച് ഇൻകം ഷാൾ ബി ഫുള്ളി ടാക്സബിൾ ആൻഡ് നോ ഡിഡക്ഷൻ ഷാൾ ബി അലൗഡ്. അതായത് ഇത്തരത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. അതായത് 50,000 രൂപ നമുക്ക് ഇതിന്ന് കിട്ടിക്കഴിഞ്ഞാൽ 50,000 രൂപയ്ക്ക് നമ്മൾ എന്തടക്കണം, ടാക്സ് അടയ്ക്കണം. അതിന് പ്രത്യേകിച്ച് ഡിഡക്ഷൻസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ടാക്സ് ചാർജ് അറ്റ് ഫ്ലാറ്റ് റേറ്റ് 30% ഇഫ് ദ എമൗണ്ട് എക്സീഡ് 10,000 10,000. ഓക്കെ, 10,000-ൽ കൂടുതലാണ് നമുക്ക് ഇത്തരത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത്. അതായത് 10,000 രൂപയ്ക്ക്, അതായത് 10,000 രൂപയിൽ കൂടുതൽ നമുക്കിപ്പോൾ ഒരു ഗെയിം കളിച്ചിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അത് 30%. ഓക്കെ, ടാക്സ് ചാർജ് അറ്റ് ഫ്ലാറ്റ് റേറ്റ് ഓഫ് 30% ഇഫ് ദ എമൗണ്ട് എക്സീഡ്സ് ഓഫ് 10,000. 30,000 രൂപയിൽ കൂടുതലാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാർഡ് ഗെയിംസോ അല്ലെങ്കിൽ മറ്റു കുതിരപ്പന്തയം, അതുപോലെ തന്നെ ലോട്ടറി അടിച്ചിട്ടൊക്കെ എമൗണ്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 30% നമ്മൾ എന്തടയ്ക്കണം എന്നാണ് പറയുന്നത്, ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ നെക്സ്റ്റ് പറയുന്നതാണ് ഗ്രോസിങ് അപ്പ് ഓഫ് ഇൻകം, കൺവേർഷൻ ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ ടു ഗ്രോസ് ഇൻകം ഇൻ കേസ് ഓഫ് കാഷ്വൽ ഇൻകം. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇതുവരെ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഇനിയുള്ളത്. അതായത് നമുക്കിപ്പോൾ ലോട്ടറി അടിച്ചിട്ട് പൈസ കിട്ടി, അല്ലെങ്കിൽ ക്രോസ് വേർഡ് പസിൽസ്, അല്ലെങ്കിൽ റേസസ് ഇൻക്ലൂഡിങ് ഹോഴ്സ് റേസ്, ഇങ്ങനെയൊക്കെ വഴി പൈസ കിട്ടി നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് കിട്ടുന്നത്, അതായത് ഇപ്പോൾ ലോട്ടറി അടിച്ചിട്ട് ക്യാഷ് കിട്ടുന്ന ഒരു ഉദാഹരണത്തിൽ ലോട്ടറി അടിച്ചിട്ടാണ് എനിക്ക് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ ലോട്ടറി അടിച്ചിട്ട് ക്യാഷ് കിട്ടുമ്പോൾ എനിക്ക് 2 തരത്തിൽ ക്യാഷ് കിട്ടാം. അതായത് ഞാൻ അടയ്ക്കാനുള്ള ടാക്സ് ഓൾറെഡി അവരവിടെ പിടിച്ച് വെച്ചിട്ട് ടാക്സ് എൻ്റെ നിന്ന് അവർ ഓട്ടോമാറ്റിക്കലി എടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് എനിക്ക് തരാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മൊത്തമായിട്ട് എമൗണ്ട് തന്നിട്ട് ഞാൻ വേണമെങ്കിൽ ടാക്സ് അടയ്ക്കാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇതിൽ, അതായത് വിന്നിങ് ലോട്ടറി കിട്ടുകയാണ്, അല്ലെങ്കിൽ ക്രോസ് വേർഡ് പസിൽസിന് എമൗണ്ട് കിട്ടുകയാണ്, ഇതിൻ്റെ കൂടെ നെറ്റ് റിസീവ്ഡ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് കളക്റ്റഡ് ബൈ ബാങ്ക്, ഇത്തരത്തിലുള്ള വാക്കുകൾ വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെന്താ പറയുന്നത് വെച്ചാൽ അവർ ടാക്സിൻ്റെ എമൗണ്ട് പിടിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 15,000 രൂപ റിസീവ്ഡ് ഫ്രം വിന്നിങ് ലോട്ടറി, അങ്ങനെ പറയുകയാണെങ്കിൽ 15,000 രൂപയാണ് അവരെനിക്ക് തരുന്നത്. ഓക്കെ, എൻ്റെ എത്രയോ അവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ച് വെക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ടാക്സ് ആയിട്ട് ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇവിടെ എന്ത് പറഞ്ഞിട്ട്, റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടയ്ക്കേണ്ടത്, ഇവിടെ പറഞ്ഞു എന്ത്, മുഴുവൻ എമൗണ്ടിന് നമ്മൾ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മുഴുവൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ കേസിൽ, കാഷ്വൽ ഇൻകത്തിൻ്റെ കേസിൽ ഫുൾ എമൗണ്ട് ടാക്സബിൾ ആണ്. അപ്പോൾ ആ ഫുൾ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എത്ര രൂപയാണ് എനിക്ക് ലോട്ടറി അടിച്ചതെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 10,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 70, അതായത് 30% ആണ് ഇവിടെ എന്ത് പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ്, ടാക്സബിൾ റേറ്റ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. ഓക്കെ, അപ്പോൾ 15,000 രൂപയാണ് അവരെനിക്ക് തരുന്നത്. ഈ പറഞ്ഞ ടാക്സ് ഒക്കെ എടുത്തതിന് ശേഷം 15,000 രൂപയാണ് അവരെനിക്ക് തരുന്നത്. അപ്പോൾ അവർ എടുത്തിട്ടുണ്ടായിരിക്കും, എത്രയായിരിക്കും, 30% ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ മൊത്തത്തിലുള്ള എമൗണ്ട് കാണാൻ വേണ്ടിയിട്ട് 10,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 30 ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നെറ്റാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നെറ്റ് എന്ന് പറഞ്ഞാൽ മേ ബി തരാം, ബ്രാക്കറ്റിലൊക്കെ തരാം. പിന്നെ ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ തരാം. പിന്നെ കളക്റ്റഡ് ബൈ ബാങ്ക്, അപ്പോൾ ഈ 4 വേർഡ്സ് ഓർത്തിരിക്കുക, നെറ്റ്, റിസീവ്ഡ്, ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ടാക്സ്, കളക്റ്റഡ് ബൈ ബാങ്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ആണ് കേട്ടോ ഇത്. നമുക്കല്ലെങ്കിൽ ജസ്റ്റ് നോക്കാം. ഓൺ കാൽക്കുലേറ്റിംഗ് ദി ടാക്സബിൾ വാല്യൂ ഓഫ് സച്ച് കാഷ്വൽ ഇൻകം, ഇറ്റ് ഈസ് നെസസറി ടു ഗ്രോസ് ഇറ്റ് അപ്പ് ആൻഡ് ടാക്സ് ദ ഗ്രോസ്ഡ് അപ്പ് വാല്യൂ ആസ് ടാക്സബിൾ കാഷ്വൽ ഇൻകം. ഇതിനെ ഗ്രോസ് ഇറ്റ് അപ്പ് അല്ലെങ്കിൽ ഗ്രോസ്ഡ് അപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഗ്രോസ്ഡ് അപ്പ് വാല്യൂ വിൽ ബി ഒബ്റ്റൈൻഡ്. ഗ്രോസ്ഡ് അപ്പ് വാല്യൂ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒബ്റ്റൈനിങ് ബൈ ഡിവൈഡിങ് ദി നെറ്റ് എമൗണ്ട് ബൈ 70 ആൻഡ് മൾട്ടിപ്പിൾ ബൈ 100. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്, ഗ്രോസ്ഡ് അപ്പ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രീ മുത്തു പ്രൊവൈഡ് ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്, യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഹിസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ,
അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് റെമ്യൂണറേഷൻ ഫ്രം ആർട്ടിക്കിൾസ് പബ്ലിഷ്ഡ്, റെൻറ്റ് ഫ്രം ബിൽഡിംഗ് ലെറ്റ് ഔട്ട് അലോങ് വിത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി, എമൗണ്ട് റിസീവ്ഡ് ഫ്രം വിന്നിംഗ് റൈസ്. ഓക്കെ, എമൗണ്ട് റിസീവ്ഡ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിന്നിംഗ് ഫ്രം ലോട്ടറി നെറ്റ് റിസീവ്ഡ് 35,000, വിന്നിംഗ് ഫ്രം ക്രോസ്വേർഡ് പസിൽസ്, ഇൻകം ഫ്രം കാർഡ് ഗെയിംസ് 5,000, വിന്നിംഗ് ഫ്രം ചെസ് 2,000. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സസ് കാണണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ പറയുന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ റെമ്യൂണറേഷൻ ഫ്രം ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര, 10,000 ആണ്, നമ്മൾ എഴുതി. പിന്നെ റെൻറ്റ് ഫ്രം ബിൽഡിംഗ് ലെറ്റ് ഔട്ട് അലോങ് വിത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി 15,000 ആണ്, അതും നമ്മൾ എഴുതി. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എമൗണ്ട് റിസീവ്ഡ് ഫ്രം വിന്നിംഗ് റേസ്. വിന്നിംഗ് റേസ് വിജയിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 28,000 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾക്ക് ടാക്സ് എടുത്തിട്ടുള്ള എമൗണ്ട് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ടാക്സ് കിഴിച്ചിട്ടുള്ള നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 28,000 ആണ്. അപ്പോൾ ടാക്സ് കിഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഈ 28,000 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം എമൗണ്ട് കാണും. മൊത്തം എമൗണ്ട് കാണാൻ വേണ്ടിയിട്ട് 28,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 70 ചെയ്യാം. ഓക്കെ, 28,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 70 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 40,000 കിട്ടും. അതാണ് 20,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 70 ചെയ്താൽ 40,000 കിട്ടും. അതാണ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം വിന്നിംഗ് റേസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് വിന്നിംഗ് ഫ്രം ലോട്ടറി ബ്രാക്കറ്റിൽ നെറ്റ് റിസീവ്ഡ് 35,000. ഓക്കെ, അപ്പോൾ ഇതും അതുപോലെ തന്നെ, അതായത് അവർ ടാക്സ് എടുത്തതിന് ശേഷം നെറ്റ് എമൗണ്ട് ആണ് അവർ തന്നിട്ടുള്ളത് 35,000. അപ്പോൾ 35,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 70 ചെയ്യും. അപ്പോൾ നമുക്ക് 15,000 കിട്ടും. പിന്നെ നെക്സ്റ്റ് ബാക്കിയുള്ള എന്താണ്, വിന്നിംഗ് ഫ്രം ക്രോസ് പസിൽസ് 12,000, ഇൻകം ഫ്രം കാർഡ് ഗെയിംസ് 5,000, വിന്നിംഗ് ഫ്രം ചെസ് 2,000. ഓക്കെ, 10,000 രൂപയിൽ കൂടുതലാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്തടക്കേണ്ടത്, ടാക്സ് 30% അടക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ അങ്ങ് വിന്നിംഗ് ഫ്രം ചെസ് 2,000, അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പ്ലസ് ചെയ്യുക. അപ്പോൾ 1,69,000 1,69,000 രൂപ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇത്രയും ഐറ്റംസ് ആണ് ക്യാഷ്വൽ ലിങ്ക് ആയിട്ട് വരുന്നത്. ലോട്ടറീസ്, ക്രോസ്വേർഡ് പസിൽസ്, റേസസ് ഇൻക്ലൂഡിങ് ഹോഴ്സ് റേസ്, ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ്, കാർഡ് ഗെയിംസ് ഒക്കെയാണ് ക്യാഷ്വൽ ലിങ്ക് ആയിട്ട് വരുന്നത്. ഈ ക്യാഷ്വൽ ഇൻകം കിട്ടി അതിൻ്റെ കൂടെ തന്നെ നമ്മളോട് പറയുകയാണ്, അതിന് മുന്നേയായിട്ട് ക്യാഷ്വൽ ഇൻകം എന്താണ്, ഫുള്ളി ടാക്സബിൾ ഇൻകം ആണ്. അതായത് 10,000 രൂപയിൽ കൂടുതലാണ് നമുക്ക് ആ ഒരു ഇൻകം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 30% നമ്മൾ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. പിന്നെ ഈ ഒരു ഇൻകത്തിൻ്റെ കൂടെ കിട്ടുന്ന ആ ഇതിൻ്റെ കൂടെ തന്നെ പറയുകയാണ് നെറ്റ് റിസീവ്ഡ് ആൻഡ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് കളക്റ്റഡ് ബൈ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് അപ്പ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കാണണം. ഗ്രോസ് അപ്പ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 100 ഡിവൈഡഡ് ബൈ 70 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.